വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പാനക്കോട്ടയാണ്, സ്ട്രോബെറിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. അതിലേക്ക് 3 ടീസ്പൂണോളം ജലാറ്റിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്നത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 400 ml ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കാം. സൈഡിൽ അത് ഒരു ഷാഡോ പോലെ കാണുന്നത് അത് വെള്ളമല്ല കേട്ടോ, നമ്മളുടെ പാനിൻ്റെ തന്നെ ഷാഡോ ഇടുന്നേ. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി, പാലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ആ ജലാറ്റിൻ ഒന്ന് നന്നായി അതിലേക്ക് പാലിലേക്ക് അലിഞ്ഞ് ചേരണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അതിൻ്റെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് പാലൊന്ന് അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 240 ml വിപ്പിംഗ് ക്രീം, അതായത് ഒരു കപ്പോളം വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ആ വിപ്പിംഗ് ക്രീം കൂടെ പാലിലേക്ക് അലിഞ്ഞ് ചേരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഏതിലാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ ബൗളിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം. എല്ലാം ഇതിലേക്കും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഏത് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലേക്ക്. എന്നിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ച് കൊടുക്കാം. നിങ്ങൾ നമ്മളുടെ എന്താ പറയുക, നോർമൽ നമ്മളുടെ ഇതിലാണ് ഡബ്ബയിലാണ് സ്റ്റോർ ചെയ്യുന്ന ഡബ്ബയിലാണ് വെക്കണമെങ്കിൽ അതിൻ്റെ മൂടിയിട്ടിട്ട് നമുക്കതൊന്ന് ഇത് ചെയ്ത്, ഇതിപ്പോൾ ബൗളായതുകൊണ്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് എയർ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കതൊന്ന് തണുക്കാൻ വെക്കണം. 5-6 മണിക്കൂറോളം നമുക്കതൊന്ന് തണുക്കാൻ വെക്കാം. ഇല്ലെങ്കിൽ ഓവർനൈറ്റാണ്. ഇപ്പോൾ നാളെ എടുക്കാനുള്ളതാണെങ്കിൽ രാത്രി ചെയ്തിട്ട് രാത്രി അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 250 ഗ്രാമോളം നമ്മളുടെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറി എടുത്ത് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസും 2 ടീസ്പൂണോളം നമ്മളുടെ തേനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് അതിൽ നമുക്ക് നന്നായിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സ്ട്രോബെറിയുടെ എല്ലാം നമ്മൾ എന്താ പറയുക, വെള്ളമെല്ലാം ഇതായിട്ട് നല്ല ഇതായിട്ട് എന്താ പറയുക, നന്നായിട്ട് സ്ട്രോബെറി വെന്ത് വരണ വരെ, സിറപ്പിൽ കിടന്ന് വെന്ത് വരണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടിക്ക് പിടിക്കും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ സ്ട്രോബെറി എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. സിറപ്പെല്ലാം നല്ല എന്താ പറയുക കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വെക്കാം നമുക്ക്. മാറ്റി ഒരു സൈഡിലേക്ക് വെക്കണം. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇപ്പോൾ നമ്മൾ ബൗളിൽ എടുത്തേക്കണതാണെങ്കിൽ നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റ് ഇത് എന്താ പറയുക സെർവിങ് ഡിഷിലേക്ക് നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇത് നമ്മൾക്ക് അതിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു നോർമലല്ല ഒരു കുറച്ച് ചൂടായിട്ടുള്ള വെള്ളം എടുത്തിട്ട് അതിലൊന്നൊരു 5-10 സെക്കൻഡ് നമുക്കൊന്ന് മുക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അത് ഡീമോൾഡായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്കത് നന്നായിട്ട് ഡീമോൾഡായി ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ സ്ട്രോബെറിയുടെ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴാണോ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മളുടെ എന്താ പറയുക നോർമലല്ല ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് അതൊന്ന് മുക്കി ഡിമോൾഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളത് ഇതേപോലെ വൈൻ ഗ്ലാസ്സിലോ നമ്മളുടെ എന്താ പറയുക ഒരു ഗ്ലാസ്സിലേക്കാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് പിന്നെ അത് ഡിമോൾഡ് ചെയ്യേണ്ട അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് സ്ട്രോബെറി സിറപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാനക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക നല്ല ടേസ്റ്റിയാണ്, പ്ലസ് നല്ല സ്മൂത്ത് ടെക്സ്ചറാണ് അതിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.